നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ആറ്റിറ്റ്യൂഡ് പേഷ്യൻസും അവെയർനെസ്സുമാണ്. ആ പേഷ്യൻസും അവെയർനെസ്സും ഉള്ള കുട്ടികളിൽ കൺസിസ്റ്റൻസിയും കെയറും സ്വാഭാവികമായും ഉണ്ടായി വരും. ഇത് ഗോൾ അച്ചീവ് ചെയ്യാൻ വളരെയേറെ സഹായിക്കും. കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു പ്രാക്ടിക്കലായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങൾ, കുട്ടികളെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉള്ളവരുടെ ഒക്കെ വീട്ടിൽ പൂന്തോട്ടം ഉണ്ടാവും. അപ്പോൾ ആ ഗാർഡനിൽ ചെടികൾ വളർത്താനും അതിനെ നിരീക്ഷിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കുട്ടികൾക്ക് നൽകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ പ്രകൃതിയെ നിരീക്ഷിക്കാനും അവിടെ കണ്ട കാര്യങ്ങൾ എഴുതാനും ഉള്ള അവസരവും അതുപോലെ തന്നെ അതിനെ ഒരു ഹാബിറ്റാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ശാസ്ത്രീയ ബോധം കുട്ടികളിൽ വളർന്നു വരാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ മൃഗങ്ങളെ കെയർ ചെയ്യുന്ന രീതി, പക്ഷികളെയോ അല്ലെങ്കിൽ പെറ്റ് ആനിമൽസിനെയോ ഒക്കെ കെയർ ചെയ്യുന്ന ഒരു രീതി നമുക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഒബ്സർവേഷൻ ജേണലുകൾ എഴുതാൻ കഴിയും. കാരണം കുട്ടികളോട് നമുക്ക് പറയാൻ കഴിയും ഓരോ ദിവസവും അവർ കണ്ട കാര്യങ്ങൾ എന്ത് എന്ന് അവരെ കൊണ്ട് എഴുതിക്കാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ സയൻസ്, പ്രകൃതിയുടെ കൺസെപ്റ്റുകൾ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുക. സയൻസുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ എങ്ങനെയാണ് അവർ നിരീക്ഷിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നത് എന്ന് അവർ തന്നെ എഴുതുന്നത് നന്നായിരിക്കും. ഇത് കുട്ടികളിൽ ജിജ്ഞാസ വളർത്താൻ വേണ്ടി സഹായിക്കും. അതുപോലെ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്, ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്നത് അല്ല, പകരം സ്ലോ ഗ്രോത്താണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫർട്ടിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ വരാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അതൊരു സക്സസ് ഫോർമുലയുടെ ഭാഗം കൂടിയാണ്. നമുക്ക് ഉദാഹരണമായി പറഞ്ഞാൽ എത്ര വലിയ വൃക്ഷങ്ങളായാലും അത് വളരെ ഒരു ചെറിയ വിത്തിൽ നിന്നാണ് വളർന്നു വരുന്നത്. അപ്പോൾ അതിന് സമയമെടുക്കും. അപ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാവുന്ന കാര്യമല്ല എന്ന് കുട്ടിക്ക് പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ പ്രകൃതിയുമായി കണക്ട് ചെയ്യുന്ന ഒരിക്കലും വേസ്റ്റായിട്ടുള്ള കാര്യമില്ല, അതൊരു വിസ്റ്റമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ സ്ക്രീനിൽ ചെലവഴിക്കുന്ന സമയം നമുക്ക് കുട്ടിയെ പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിനും പ്രകൃതിയിലെ പക്ഷികളും ചെടികളും അതുപോലെ മൃഗങ്ങളുമായിട്ടൊക്കെ സമയം ചെലവഴിക്കാനും നിരീക്ഷിക്കാനും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്.